ഷീമ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രാമേന്ദ്ര മാഷിൻ്റെ വീട്ടിലാണ്. രാമേന്ദ്ര മാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ രൂപസാദൃശ്യമുള്ള മാഷാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ടേക്ക് വന്നത്. അതെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിലൂടെ പോകുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഈ നരേന്ദ്രമോദിയുടെ ഒരു സദൃശയുടെ ഒരു വ്യക്തിയുടെ നിലയിലാണ് രാമേന്ദ്രേട്ടൻ അറിയുന്നത്. അപ്പം ഈ നരേന്ദ്രമോദിയുടെ സദൃശം എന്നുള്ളത് ലോകത്ത് അറിയാനുണ്ടായ ഒരു സാഹചര്യം അതെങ്ങനെയാണ് രാമേന്ദ്രേട്ടൻ? അത് നമ്മളെ ഈ പിന്നെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഒരു പ്രാവശ്യം നിൽക്കുന്ന സമയത്ത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് കുട്ടികൾ കുറച്ച് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പറയുന്നൊക്കെ. ഞാനത് വിചാരിച്ചിരുന്നില്ലായിരുന്നു സ്റ്റേഷനിൽ. അതെ, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത് വൈറലായിരുന്നു. ബാംഗ്ലൂരിൽ എത്തുമ്പോഴത്തേക്കും അവിടെ മീഡിയക്കാരും പിന്നെ എല്ലാരും പല ആൾക്കാരും ഫിലിമിന്റെ ആൾക്കാരും എല്ലാം അവിടെ വീട്ടിനകത്ത് വന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ നിങ്ങൾ നരേന്ദ്രമോദിന്റെ അതെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ എടുത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകാൻ ബാംഗ്ലൂരല്ലത് എന്റെ ഭാര്യയും മക്കളും അവിടെയാണ്. ബാംഗ്ലൂരായിട്ട്. അപ്പം ബാംഗ്ലൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആരോ ഒരാൾ ഫോട്ടോ എടുത്തു. അതെ അതെ, ആരാന്ന് എനിക്കറിയില്ല. അത് ആ ഫോട്ടോ വൈറലായി കംപ്ലീറ്റ് നവമാധ്യമത്തിലെല്ലാം. അതെ അതെ, അതൊരു ബാഗും തൂക്കിക്കൊണ്ട് ഞാനിങ്ങനെ പിന്നെ മൊബൈലിൽ ഫോട്ടോഗ്രാഫ്. അതിന്റെ എന്താ അടിക്കുറിപ്പ് വന്നതെന്ന് അങ്ങനെ ഓർമ്മയുണ്ട്? അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് മോദിജി ഇവിടെ ഏഴിമല പിന്നെ അവിടെ അന്വേഷണത്തിനായിട്ട് വന്നതാണോ അങ്ങനെയൊക്കെയുള്ള ഒരു. അപ്പം ശരിക്കും രാമേന്ദ്രേട്ടൻ ഏതോ ഒരു ട്രോൾ ഗ്രൂപ്പിലും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ യാത്ര തുടർന്നു അല്ലേ? പിന്നെ അതിനുശേഷം കംപ്ലീറ്റ് വേൾഡ് വൈഡ് തന്നെ കംപ്ലീറ്റ് എല്ലാവരും അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും എല്ലാവരും വിളിക്കാൻ തുടങ്ങി. നിങ്ങള് നോർത്ത് നിന്ന് എല്ലാവരും പിന്നെ അന്നൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിരുന്നു. കാരണം പിന്നെ ബാംഗ്ലൂരിൽ ചെന്നപ്പോഴാണ് അവര് പിന്നെ ചാനലിൽ പോകുന്നു, എത്രയോ ചാനലുകൾ ഇന്റർവ്യൂ എടുക്കുന്നു. അവിടെ പിന്നെ ഇത് തന്നെ പിന്നെ കുറെ ദിവസം പരിപാടി. ഈ അതുപോലെ രാമേന്ദ്രൻ 1-2 സിനിമ വർക്കുകളിൽ അതിങ്ങനെ എന്റെ ഇന്റർവ്യൂ അവിടെ 1-2 ചാനലുകൾ നടക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള അവര് ബാംഗ്ലൂരിലെ ഒരു ടീം അവരിവിടെ വന്നു. ഇവിടെ വന്നു അതെ, ഇവിടെ വന്ന് ഇത് കുറുവേലി പുതിയ റോഡ്, പിന്നെ കുറുവേലി പുതിയ റോഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അവര് വന്നു. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്, സാറിന് കണ്ടിട്ടില്ല, ഇന്റർവ്യൂ എല്ലാം കണ്ടു, പിന്നെ നമുക്കൊരു ഫിലിം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഫിലിമിലൊന്നും യാതൊരു താല്പര്യമില്ല, മാത്രമല്ല എനിക്ക് അഭിനയിക്കാനും അറിയില്ല. പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ എടുത്തോളൂ. പക്ഷെ അതൊരു നല്ല അനുഭവമായിരുന്നു. പിന്നെ അത് പിന്നെ മോദിജിയുടെ തന്നെ ആ നോട്ട് ഡിമോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നു. 500 രൂപയുടെയും 1000 രൂപയുടെയും അത് നിരോധിച്ചിരിക്കുന്ന ആ സമയത്ത് അന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അയാൾ, ഡിമോണിറ്റൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിലാണ് ഫിലിം ഉണ്ടാക്കി. അപ്പൊ സിനിമയുടെ പേര് തന്നെ സ്റ്റേറ്റ്മെന്റ് 811. 811 എന്ന് പറഞ്ഞാല് 8/11 അത് 2016 ഈ രാമേന്ദ്രേട്ടൻ പറഞ്ഞില്ലേ നമ്മളാ പയ്യന്നൂർ യാത്ര ചെയ്യുന്നതാണ്. അതിനു മുന്നേ നരേന്ദ്രമോദിന്റെ രൂപം ഉണ്ടെന്ന് പറയാറുണ്ട്. ഞാൻ പിന്നെ യാത്ര കണ്ടതാണ് ചെയ്യാറുണ്ട്. നോർത്തിലൊക്കെ ഞാൻ ഋഷികേശിലൊക്കെ പോയപ്പോൾ, അവിടെ ഹരിദ്വാറിൽ ഋഷികേശിലൊക്കെ പോയപ്പോൾ മോദിജി അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പൊ അന്നേ ആൾക്കാർ എന്നെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ആൾക്കാർ പറയുന്നെങ്കിൽ വിഷയം ചെയ്തു മോദിജി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ല അവര് ആൾക്കാർ. ഞാനും ജൂബയൊക്കെ ഇട്ടിട്ടാണ് അവിടെ ഡ്രസ് ഒക്കെ. അപ്പൊ ആൾക്കാരിങ്ങനെ ഒരു കുട്ടികളെ ചോദിക്കാൻ തുടങ്ങി, ചെറിയ ചെറിയ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി അങ്കിൾ മോദി പോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് പിന്നെ അന്ന് മുതലേ നമുക്ക് പിന്നെ അയാള് ചീഫ് പ്രധാനമന്ത്രിയായി പോപ്പുലർ ആയപ്പോ പിന്നെ നമ്മുടെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതലായി. കാരണം മോദിജി അത്ര സെലിബ്രിറ്റി അല്ലേ, വേൾഡ് ഫേമസ് അല്ലേ. അതുകൊണ്ട് നമ്മൾ പോകുന്നിടത്തെല്ലാം ജനങ്ങള് ഫോട്ടോഗ്രാഫ് എടുക്കുകയും സെൽഫി എടുക്കുകയും ആൾക്കാര് വന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾക്ക് പ്രായമായിട്ടുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും അവരെല്ലാം വന്നിട്ട് നമ്മുടെ ഇവിടെ കെട്ടിപ്പിടിച്ചിട്ട് അവര് കണ്ണുനീര് അവർക്ക് വന്നിട്ടുണ്ട് മോദിജിയെ അന്വേഷണം ചെയ്യുന്ന ആ ഫീലിങ്ങിലോട് കൂടിയിട്ട്. പിന്നെ പല ആൾക്കാരും കാലിൽ വീഴുന്നു,
അപ്പൊ ആ മോദിജിയോടുള്ള റെസ്പെക്ട് നമ്മളും ഇപ്പം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. രാമേന്ദ്രേട്ടാ, നിങ്ങൾ ഈ കേരളത്തില് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂര് മാത്തിൽ ഉറുവേലി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത്. ഇങ്ങനെ പ്രധാനമന്ത്രിക്ക് അറിയാം ഇങ്ങനെ ഒരാള് സദസ്യമുള്ള ഒരാള് ഇവിടെ ഉണ്ട് എന്നുള്ളത്? ഉണ്ട്, അതൊരു ട്വിറ്ററിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അതിങ്ങനെ പിന്നെ എന്റെ ഈ ട്വിറ്റർ വന്നപ്പോൾ അയാളിങ്ങനെ പറഞ്ഞു, ഞാനത് എൻജോയ്മെന്റ് ഞാനൊരു സരസ രൂപത്തിൽ എടുക്കുന്നു. അതെ അതെ അതെ. പിന്നെ അവര് എന്റെ ആ ഫിലിം പിന്നെ റിലീസായ സമയത്ത് ബാംഗ്ലൂരിൽ ഇയാൾ വന്നിട്ടുണ്ടായിരുന്നു, നരേന്ദ്രമോദി. അപ്പം എന്റെ ഈ പോസ്റ്റർ മുഴുവൻ എന്റെ പോസ്റ്ററാണ്. അപ്പൊ മോദിജിയുടെ പോസ്റ്ററാണല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും വേറെ കണ്ടു കാണും. അപ്പൊ ഈ പ്രധാനമന്ത്രിന്റെ ഈ രൂപം നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് അതിനൊരു അനുഭവം അത് പറഞ്ഞാൽ ആദ്യം നമുക്ക് കുറച്ച് അസ്വസ്ഥത, കാരണം നമ്മൾക്കത് വേണ്ടി യൂസ്ഡ് ആയിരുന്നില്ല. സെലിബ്രിറ്റി സ്റ്റാറ്റസ് നോക്കി നമുക്ക് അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴും പിന്നെ അത് കാരണം ജനങ്ങൾ ഒരുപാട് നമുക്ക് റെസ്പെക്റ്റും ലവും തരുന്നുണ്ടല്ലോ. ഒരുപാട് നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ആൾക്കാർ നമ്മളെ സ്വീകരിക്കുന്നു, അവര് പിന്നെ കുശല അന്വേഷിക്കുന്നു. നല്ല നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എവിടെ ചെന്നാലും ആൾക്കാർ കിട്ടുന്നത്.